നമസ്കാരം. ഇന്ന് നമ്മൾ ചെറുപയർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തോരന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചെറുപയർ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ചെറുപയർ ഞാൻ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചെറുപയർ വേകുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ചെറുപയറിനനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ചെറുപയർ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 പച്ചമുളകും 1 വലിയ വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകരുത്. ചെറുപയർ തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ കുറച്ച് ഉണക്കമുളകും സവാളയും കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ഉണക്കമുളകാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സവാള പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഈ അരപ്പുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 4-5 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. വളരെ രുചികരമായ നാടൻ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.